അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട്, നിനക്ക് വിശ്വാസം വേണം. നോക്കിയാൽ മാത്രം പോരാ, എന്തുണ്ടായിരിക്കണം? വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അപ്പൊ എന്തുണ്ടായിരിക്കണം? വിശ്വാസം ഉണ്ടായിരിക്കണം. നോക്ക്, അവന് സൗഖ്യം പ്രാപിപ്പാൻ വിശ്വാസം ഉണ്ട് എന്ന് കണ്ടിട്ടാണ് എന്ത് പറഞ്ഞു? വായിച്ചേ. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാൻ ഉറക്കെ പറഞ്ഞു. പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നോക്ക്, നീ യേശുവിനെ നോക്കണം. നോക്കിയാൽ നിനക്ക് സൗഖ്യമാണ്. നോക്കിയാൽ നിന്നെ വലയിൽ നിന്ന് വിടുവിക്കും. നോക്കിയാൽ നിനക്ക് സൗഖ്യം ലഭിക്കും. അപ്പൊ ആരെ നോക്കണം? നിന്റെ കാലുകൾ വലയിൽ വീഴാതിരിക്കണമെങ്കിൽ നാം ദൈവത്തെ നോക്കണം. ഇനി ദൈവം നമ്മെ നോക്കിയാൽ എന്തൊക്കെ സംഭവിക്കും? ഇപ്പം നാം അങ്ങോട്ട് നോക്കിയാണ്. ഇനി ദൈവത്തിൻ്റെ ദൃഷ്ടി എവിടെയായിരിക്കുന്നത്? 33-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യം. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലിരിക്കുന്നു. ഓക്കെ, അപ്പം ദൈവത്തിൻ്റെ ദൃഷ്ടി എവിടെ ഇരിക്കുകയാണ്? തൻ്റെ ഭക്തന്റെ മേലിരിക്കുകയാണ്. ഇപ്പം ദൈവത്തിൻ്റെ ദൃഷ്ടി, നിങ്ങൾ ഭക്തനാണോ? ഭക്തൻ എന്ന് വെച്ചാൽ ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവത്തെ അനുസരിക്കുന്ന, വചനത്തെ അനുസരിക്കുന്ന അവനാണ് ഭക്തൻ. അവനാണ് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത്. വചനം അനുസരിക്കുന്നവനാണ് ദൈവത്തെ ഭയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മേൽ എന്തിരിക്കും? ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആ ദൈവത്തെ ഭയപ്പെടുന്ന ഒരാളാണോ? ദൈവത്തെ ഭയപ്പെടുന്ന ആളാണോ? എങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേലിരിക്കും. നിങ്ങളുടെ മേൽ ഇരിക്കും. ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലിരുന്ന അതിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചാൽ നോട്ട്. 33-19. അവന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കും. അത്രയുള്ള അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ആ ക്ഷാമത്തിൽ അവനെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. നോക്കേ, നീ ഒരു ഭക്തനാണെങ്കിൽ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേലിരിക്കും. എന്തിനു വേണ്ടി വച്ചിരിക്കുന്നു? നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ, നമ്മുടെ ജീവനെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിപ്പാൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. നിങ്ങൾ ഭക്തരാണെങ്കിൽ, ദൈവവചനത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ, അല്ല ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നവനാണെങ്കിൽ പോയി ഒറ്റിക്കൊടുക്കുന്നവനാണെങ്കിൽ എന്താണ്? അവനെ തകർക്കാൻ ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കും. ഒറ്റിക്കൊടുക്കുന്നവനെ നശിപ്പിക്കുവാൻ എങ്ങനെ നശിപ്പിക്കാം? ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്നാൽ നോക്ക്, ദൈവം തൻ്റെ ഭക്തനാണെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ, തൻ്റെ ദയയ്ക്കായി കാംക്ഷിക്കുന്നവരുടെ മേൽ, ദയയ്ക്ക് വേണ്ടി ദൈവ സഹായം ലഭിക്കുവോളം ആ ദയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മേലിരിക്കുന്നു. എന്തിനു വേണ്ടി? അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ, ക്ഷാമത്തിൽ അവനെ ജീവനോടെ രക്ഷിപ്പാൻ. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കണ്ടേ? ഇരിക്കണമെങ്കിൽ നീ ഭക്തനായിരിക്കണം. 2 ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവ 36-ന്റെ 7-ാമത്തെ വാക്യം. യഹോവ നീതിമാന്മാരിൽ നിന്നും തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല, രാജാക്കന്മാരോടുകൂടി അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു, അവർ എന്നേക്ക് ഉയർന്നിരിക്കും. ഓക്കെ, ദൈവത്തിൻ്റെ ദൃഷ്ടി എന്തിനാ വച്ചിരിക്കുന്നത് നമ്മുടെ മേൽ? എടുത്തെങ്കിൽ വായിക്കാം. നിങ്ങൾ നീതിമാന്മാരാണോ? നീതി പ്രവൃത്തി ചെയ്യുന്നവരാണോ?
അപ്പം ദൈവത്തിൻ്റെ ദൃഷ്ടി ആദ്യം നാം വായിച്ച ഭക്തൻ്റെ മേലിരിക്കുന്നു. രണ്ടാമത് വായിച്ചെന്താണ്? നീതിമാന്മാരുടെ മേലാണ് വച്ചിരിക്കുന്നത്. നീതി പ്രവൃത്തി ചെയ്യുന്ന, നന്മ പ്രവൃത്തി ചെയ്യുന്ന അവരുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി വച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി വച്ചിരിക്കുന്നു? നിങ്ങൾ നീതിമാന്മാരാണെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ വച്ചിരിക്കുന്നത് രാജാക്കന്മാരോടുകൂടി ഇരുത്തുവാൻ, ഉന്നത പദവിയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരോടുകൂടി സമ്പന്നരായ ധനികരായ അവരോടുകൂടി ഇരുത്തുവാനാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി വച്ചിരിക്കുന്നത്. പറഞ്ഞാട്ടോ, നാം നിസ്സാരമൊന്നുമല്ല. നാം ഭക്തരാണെങ്കിൽ, നീതിമാന്മാരാണെങ്കിൽ ഉന്നതന്മാരോടുകൂടി ഇരുത്തും, രാജാക്കന്മാരോടുകൂടി ഇരുത്തും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ എന്നേക്കും ഉയർന്നിരിക്കും. അവർ എന്നേക്കും ഉയർന്നിരിക്കും. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച ഭവിക്കത്തില്ല. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച ഭവിക്കത്തില്ല. സദൃശവാക്യം 22:12 അവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു, ദ്രോഹിയുടെ വാക്ക് മറിച്ചു കളയുന്നു. അപ്പോൾ ആരെയാ കാക്കുന്നത്? യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ. നാം അതേതും പറഞ്ഞ് തോന്നിയാസമായിട്ട് നടന്നാൽ നമ്മളെ കാക്കത്തില്ല. ആരെയാ ദൈവം കാക്കുന്നത്? പരിജ്ഞാനമുള്ളവനെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം എന്ന് പറഞ്ഞ മോനെ, 9 കൃപാവരം എന്ന് കാണാതെ നോക്കട്ടെ, അറിയോ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൽ ഒന്നാണ് ജ്ഞാനമെന്ന വചനം, പരിജ്ഞാനമെന്ന വചനം, വിശ്വാസം. അപ്പോൾ എന്ത് വേണം? കൃപാവരം, പരിജ്ഞാനമുള്ളവനെ. നാം പരിജ്ഞാനമുണ്ടെങ്കിൽ നമ്മെ ദൈവം കാക്കും. പറഞ്ഞോട്ടോ. അപ്പോൾ ആരെയാണ് യഹോവയുടെ ദൃഷ്ടി വച്ചിരിക്കുന്ന? ആരുടെ മേലാണ്? പരിജ്ഞാനമുള്ളവനെ കാക്കുവാൻ. അപ്പം നമുക്ക് എന്ത് വേണം? നാം പരിജ്ഞാനമുള്ള, യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു. അപ്പോൾ ദൈവം കാക്കുന്ന ആരാ? എല്ലാവരെയും കാക്കുന്നില്ല. നമ്മുടെ മേൽ ദൃഷ്ടി വച്ച് പരിജ്ഞാനമുള്ളവനെ ദൈവം എന്ത് ചെയ്യുന്നു? കാക്കുന്നു. ഒരു വാക്യം കൂടെ, യിരെമ്യാവിൻ്റെ പുസ്തകം 24:6